നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ബേബി സഖാവ് മാധ്യമങ്ങളെ കണ്ടത്. ഇന്ന് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി യോഗമായിരുന്നല്ലോ. ഓക്കെ. കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് അദ്ദേഹം ചില വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്ന തീരുമാനങ്ങൾ, നിഗമനങ്ങൾ അതനുസരിച്ചാണെങ്കിൽ മൊത്തം പിഴച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ്, പ്രചാരണത്തിൽ പിഴവ്, എല്ലാം പിഴച്ചു പോയി. അതുകൊണ്ട് തന്നെ ഈ പിഴച്ചവരെല്ലാം കൂടെ ചേർന്ന് ഇനിയിപ്പോൾ ഒരു യോഗം നടത്താൻ പോകുന്നുണ്ട് വിശാല സംസ്ഥാന കമ്മിറ്റി. എല്ലാം പിഴകളാണെന്നാണ് ആരുടെ പിഴയാണെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും എന്തായാലും അദ്ദേഹം എന്റെ പിഴ എന്റെ മാത്രം പിഴ എന്ന് പറയേണ്ടതാണ്. ജനറൽ സെക്രട്ടറി ആണല്ലോ. അല്ല, അത് അദ്ദേഹം പറഞ്ഞോളൂ. പക്ഷെ അത് പറയാം, പിണറായി വിജയന് എം വി ഗോവിന്ദനെ നോക്കിയിട്ടില്ല, അവർ പറയത്തില്ല. കാരണം ഞങ്ങളുടെ പഴയ പിഴയല്ല, ഇതൊക്കെ പാർട്ടിയുടെ പിഴയാണ്. അപ്പൊ നമ്മളെ കുടുംബത്തിനെ സഹായിക്കാൻ വന്നത് ഞങ്ങളുടെ പിഴയല്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ടി വിയിൽ ഇങ്ങനെ ഇതിന്റെ ന്യൂസ് ഫ്ലാഷ് നോക്കുകയായിരുന്നു. പ്രചാരണത്തിൽ പിഴച്ചു, നമ്മളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴച്ചു. പ്രചാരണത്തിൽ പിഴച്ച എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഞാനല്ലാതെ വേറെ ആരുണ്ടെന്നുള്ള മറ്റേ ഫ്ലക്സ് വെച്ചാണ്. ഞാനല്ലാതെ ആരുമില്ല, ഞാനില്ലാതെ നിങ്ങൾക്ക് ആരുമില്ല. ട്രാക്കിന്റെ ഫ്ലക്സ് കൊണ്ട് നാട് മുഴുവൻ വെച്ച് ആള് മുഴുവൻ വെറുപ്പിച്ചു. അതാണ് പ്രചാരണത്തിൽ പിഴവ് സംഭവിച്ചത്. അല്ല, ആ ഒരു പിന്നെ മുഖം കണ്ട് ജനം മടുത്ത് അവസാനം വേറെ ആരും ഇല്ലേടേന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ കൃത്യമായിട്ട് അവർ എഴുതിയും വെച്ചു, LDF അല്ലാതെ മറ്റാരും. അപ്പോഴാണ് വോട്ടർമാർ ചിന്തിക്കുന്നത് അത് ശരിയാണല്ലോ, LDF അല്ലാതെ മറ്റാരും എന്നാ ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയാണ് പോയത്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് നേതാക്കളുടെ ധാർഷ്ട്യം തിരിച്ചടിയായി. പരാജയ കാരണം നേതാക്കളുടെ സംസാര രീതി, അവരുടെ ശരീരഭാഷ, അവരുടെ ധാർഷ്ട്യം, ഇതൊക്കെ വലിയ തിരിച്ചടിയായി എന്നാണ് മിക്കവാറും കേരളത്തിൽ നിന്ന് പോയ നേതാക്കളായിരിക്കും പലരും പറഞ്ഞിട്ടുള്ളത്. അല്ല, എം വി ഗോവിന്ദന് ധാർഷ്ട്യം അല്ല തിരിച്ചടിച്ചത്, അദ്ദേഹത്തിന്റെ സംസാരമാണ് തിരിച്ചടിച്ചത്. കാരണം അദ്ദേഹം പറയുന്നത് എന്തോ അദ്ദേഹത്തിന് പറഞ്ഞുകൂടാ. അതാണ് ചാം ചച്ച ചും ചച്ച ചുമ്മർ ചച്ച എന്നുള്ള അങ്ങനെയാണ് അദ്ദേഹം. മകൻ പറഞ്ഞില്ലേ, അച്ഛൻ കണ്ണാടി നോക്കൂ, കണ്ണാടി നോക്കാറില്ലേ, കണ്ണാടി നോക്കി പ്രസംഗിക്കൂ. അതായത് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ പ്രസംഗ മത്സരത്തിന് പോകാൻ നേരം നമ്മളോട് മാതാപിതാക്കൾ പറയുന്നുണ്ട്, നീ ആ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രസംഗിച്ച് പഠിക്കൂ, കൈയും കാലും ഒക്കെ എടുത്ത് വേണം പ്രസംഗിക്കാൻ, രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന പോലെ വേണം എന്നൊക്കെ പറയുമായിരുന്നു. അതുപോലെയാണ് എം വി ഗോവിന്ദൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. എന്താണെങ്കിലും ഇവർ ഈ അവലോകനം ചെയ്ത് അടുത്ത 5 വർഷം കളയുമെന്നാണ് തോന്നുന്നത്. അപ്പോഴും ഇതിന്റെ കാരണം കണ്ടുപിടിക്കില്ല. രാവിലെ കേസ് പോലെ നീണ്ടുപോകും. ഒരു 10 വർഷം കഴിയുമ്പോൾ കാരണം കണ്ടുപിടിക്കും. നമ്മൾ 2026 അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ളത് അപ്പോഴത്തേക്ക് കാരണഭൂതനൊക്കെ മൺമറയും. അപ്പൊ അതിനുശേഷം പറയാം, അല്ലെങ്കിൽ അല്ലാതെ പറഞ്ഞാൽ പുള്ളി ആട്ടും. അപ്പൊ പിന്നെ അതുകൊണ്ട് കാരണം എന്താണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം, ഇവിടുത്തെ എല്ലാ പ്രവർത്തകർക്കും അറിയാം, MA ബേബിക്കും അറിയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ ഇളകി വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. വെള്ളപ്പൊക്കം ഉണ്ടായത് ക്യാപ്റ്റന് തടയാൻ കഴിഞ്ഞില്ല, വെള്ളപ്പൊക്കം. അതെ. അപ്പോൾ CPM നിന്ന് നമ്മൾ പിന്നെ BJPയിലേക്ക് വരുമ്പോൾ ആകപ്പാടെ ഇന്ന് BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തു നിന്ന് ഒരു നല്ല വർത്തമാനമുണ്ട്, വേറെ രസകരമായ വേറൊരു വർത്തമാനമുണ്ട്. രസകരമായ വർത്തമാനം എന്തുവായിരുന്നു? ഒരു ലോഡ് പയർ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. കിരീട സിനിമയിൽ ജഗതി പറയുന്നുണ്ട്, സേതുവിൻ്റെ അളിയനും കൂടി വന്നാൽ ഇവിടെ 1 ലോഡ് ശവം വീഴും. അപ്പോൾ കൊച്ചുകനി ഉപയോഗിക്കുക എത്ര 2 ലോഡ് എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ 1 ലോഡ് പയറുമായി ഒരാൾ ഇവിടെ നിന്ന് ഇവിടെങ്ങുമല്ല പോയിരിക്കുന്നത്, അങ്ങ് നെടുമ്പാശ്ശേരിയിലാണ്, കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ അതിൻ്റെ അടുത്തായിട്ടുള്ള തിരുനായത്തോടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവവിഷ്ണു ടെമ്പിൾ ഉണ്ട്. അതായത് അവിടെയാണ് പോയിരിക്കുന്നത്. മെട്രോ വാർത്ത ദിനപത്രമാണ് ശരിക്കും പറഞ്ഞത് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിഞ്ഞു കാണും, നമ്മുടെ BJPക്കാർ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലെ ജയിച്ചുള്ളതിലും ഒരു 12 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 3 പേരെ അതിന്റെ പുറത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. വേറെ പറഞ്ഞാൽ അതോ 40 കോടി അടിച്ചുകൊണ്ട് പോയി എന്ന് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ആരാണ് ഏതാന്നുള്ള സൂചനകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമുക്കൊന്നും പറയാനും പറ്റില്ല. അല്ല, അതിൽ ഈ അടിച്ചുകൊണ്ട് പോയതിൽ ഒരാൾ ശത്രു സംഹാര പൂജയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന 1 ലോഡ് പയർ. ആ അമ്പലത്തിലെ അങ്ങനെ ആചാരം ഉണ്ടെന്ന് അറിഞ്ഞില്ലേ, പയർ കൊണ്ടുള്ള ശത്രു സംഹാരം നമ്മൾ കേട്ടിട്ടില്ല. പത്രത്തില് മറ്റോ വാർത്തയിലോ ഇത് കാര്യമാണ്. അതായത് നമ്മൾ കേട്ടിട്ടില്ല. എന്തായാലും ഈ അമ്പലത്തെ കുറിച്ച് വലിയ ഐതിഹ്യം നിലവിലുണ്ട്. 1200 വർഷം പഴക്കമാണെന്ന് പറയുന്നു. അതാണ് 1200 വർഷം പഴക്കം. ചേരമാൻ പെരുമാൾ പണി കഴിപ്പിച്ചതാണ് എന്നാണ് ഈ പറയുന്നത്. ഈ തിരുനായത്തൊടി വിഷ്ണു ശൈവക്ഷേത്രമാണ്, ശിവനും വിഷ്ണുവും കൂടിയാണ് 2 കൊടിമരങ്ങളുള്ള ഉള്ളത്. അപ്പോൾ ഇതിന് 2 കൊടിമരങ്ങളുണ്ട്. അത് ഇതില് നമ്മുടെ ഇദ്ദേഹമാണ് ശങ്കരാചാര്യരും അദ്ദേഹത്തിന്റെ അമ്മയും അവിടെ വന്ന് ദർശനം നടത്തിയിട്ടുള്ളതായിട്ട് പറയുന്നു.
ഈ ക്ഷേത്രം ഉണ്ടാകാനുള്ള ഒരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. അത് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ചേരമാൻ പെരുമാളിൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ പുനർജന്മത്തിൽ ഒരു നായയായിട്ട് ജനിച്ചതെന്നും ആ നായയെ അറിയാതെ ഈ ചേരമാൻ പെരുമാൾ വധിച്ചുവെന്നും അതിനുള്ള പ്രായച്ചിത്തമായിട്ടൊരു ക്ഷേത്രം പണിതുവെന്നാണ് പറയുന്നത്. അവിടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അവിടത്തേക്ക് വിഷ്ണുവിൻ്റെ കൂടി എന്താ പറയുന്നത്, വിഷ്ണുവിൻ്റെ തേജസ് കൂടി ഇതിലേക്ക് വന്ന് ചേർന്നു എന്നുമാണ് പറയുന്നത്. ഏതായാലും ഏതോ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതായിരിക്കും നമ്മുടെ നേതാവിൻ്റെ അടുത്ത്. നേതാവ് അവിടെ ചെന്ന് ശത്രുസംഹാര പൂജ കഴിച്ചു. അതുകൂടാതെ ഒരു ലോഡ് പയർ, അത് ചെറുപയറാണോ വൻപയറാണോ എന്നറിയില്ല. ഇനി ഈ പയറും ഈ വിധത്തിലെങ്ങാണോ മേടിച്ചതാണോ എന്ന് അറിയില്ല. ഇത് പൂത്തുപോയിരിക്കാൻ വേണ്ടി ഇനി ഇവിടെ കാണാൻ കൊണ്ട് കൊടുത്തതാണോ എന്നുള്ള കാര്യവും ഇലക്ഷൻ കണക്കാക്കി വാങ്ങിച്ച പയറാണോ എന്ന് അറിഞ്ഞൂടല്ലേ. എല്ലാ മണ്ഡലങ്ങളിലും വിതരണം നടത്തി എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവിടെ ഭക്ഷണം ഉണ്ടാക്കാനോ മറ്റോ വാങ്ങിച്ച പയറാണോ. എന്തായാലും രാജീവ് ചന്ദ്രശേഖരെ വളരെയധികം വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെയാണ് ഈ പറയുന്ന കഥകളിലെ എല്ലാ നായകന്മാരും. അനുയായികൾ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു പ്രൊഫഷണലാണ്. അദ്ദേഹം ഒരു ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം നല്ല മന്ത്രിയായിരുന്നു, MP ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിലെ ഈ നേതാക്കന്മാരെ പലരുടെയും തനി നിറം അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇവരെ അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്തിരുന്നിരിക്കാം. അങ്ങനെ സംഭവിച്ചതാകാൻ സാധ്യതയുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും അദ്ദേഹം സത്യസന്ധനല്ലാത്തൊരു മനുഷ്യനൊന്നുമില്ല. അദ്ദേഹം വളരെ സത്യസന്ധനായ വലിയൊരു വ്യവസായ സാമ്രാജ്യമൊക്കെ ഉള്ള സ്വന്തം അധ്വാനം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് ഉയർന്നു വന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പം വിദേശത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം മടങ്ങിയതിൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം നേരത്തെ BJPയുടെ പലപ്പോഴും നേതാക്കളെ കുറിച്ച് വോട്ട് മറിച്ചു, അല്ലെ വോട്ട് വിൽപ്പന പണ്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ആരോപണം അല്ല വന്നത്. അതിനേക്കാളും ഭീകരമായ രീതിയിൽ സ്വന്തം പാർട്ടി കേന്ദ്ര നേതൃത്വം കൊടുത്തപ്പോൾ അത് നമ്മൾ കണ്ടതല്ലേ. ഒരു യുവ നേതാവ് വലിയ നോട്ട് കെട്ട് ബാഗിന്റെ അടുത്ത് ചിരിച്ച് സെൽഫി എടുത്തോണ്ടിരിക്കുന്നത് സൈബർ ടീമിന്റെ അയാൾ പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ സ്വീകരിക്കുന്ന ചിത്രമുണ്ട്. അല്ല, അത് ഈ വാർത്ത തെറ്റാണെന്ന് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നൊക്കെ ABVPയുടെ ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു. അത് പക്ഷേ അത് വീണ്ടും ദേശാഭിമാനി ഈ വാർത്ത ചെയ്യുന്നുണ്ട്. ഇത് രേഖകളൊക്കെ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. ദേശാഭിമാനി ആയതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ന്യൂസ് 18 പോലെയുള്ള മാധ്യമങ്ങളും അത് ചെയ്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഈ പറയുന്ന തിരുവനന്തപുരത്തെ അഴിമതി, അത് 3 പേരാണ് സസ്പെൻഷൻ. അവർ അഞ്ജനയും പാങ്ങപ്പാറ വിജയകുമാറും ഒരു രാജീവും. അപ്പോൾ ഇത്രയും പേരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നേതാവിന്റെ പേരാണ് ഇതുവരെ സസ്പെൻഷനിലാകാത്ത ഒരു പുതിയ വില കൂടിയ കാറ് വാങ്ങിയതായിട്ട് പറയും. ഒരു നേതാവ് തിരുമല യന്ത്രം തുടങ്ങിയതായി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്ന് ഇതെല്ലാം കൂടെ തിരുമി സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു മൂന്നാമതൊരു ഓപ്ഷനായി BJP കാണുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തവണ 3 സീറ്റ് കിട്ടിയത്. ചിലപ്പോൾ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. ഈ ചക്ക സ്ഥാനാർത്ഥികൾ നിർത്തിയ സ്ഥലത്ത് ജയിക്കാൻ സാധ്യതയുള്ള നല്ല നേതാക്കന്മാരെ നിർത്തിയാൽ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഭയങ്കരമായൊരു അവമതിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നീ കോൺഗ്രസ് അല്ലെങ്കിൽ LDF, ഈ 2 കക്ഷികളും തമ്മിൽ ഏതാണ്ട് ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ പോകുന്നവരായതുകൊണ്ട് ഒരാൾ നടത്തുന്ന അഴിമതി അടുത്ത സർക്കാർ വരുമ്പോൾ അത് മറച്ചു വയ്ക്കും എന്നുള്ളതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു സ്ഥിതിയാണ് നമുക്കുണ്ടായിരുന്നത്. അത് BJP നികത്തുമെന്നാണ് കരുതിയെങ്കിലും ഇപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ നേതാക്കന്മാർ കാണിച്ചു കൂട്ടി ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് അവരുടെയുള്ള വിശ്വാസത്തെ ഇല്ലാതായി പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ BJPയുടെ കേരളത്തിലെ ശത്രു മറ്റാരുമല്ല, അവർ തന്നെയാണ്. എന്തുകൊണ്ട് BJP കേരളത്തിൽ വളരുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇതിന് കാരണം. BJPക്ക് അത് 100,000 ഗ്രൂപ്പുകളുണ്ട്. പഴയ കോൺഗ്രസിനെക്കാട്ടിൽ അവസ്ഥയിലേക്ക് എത്തിയെങ്കിലും BJPയിൽ വലിയതായ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ ഇപ്പം മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗമുണ്ട്. V. മുരളീധരൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗമുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ അവിടെ താല്പര്യം ഉണ്ടായിട്ടല്ല, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തോട് കുറച്ച് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് BJPയിലേക്ക് വന്നിട്ടുള്ള ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു നേതാവ് പിന്നെ 95 ഏക്കർ എങ്ങാണ്ട് വസ്തു വാങ്ങിക്കൂട്ടി മെട്രോ വാർത്ത പറയുന്നത്. ആ പത്രക്കട്ടിങ് നമ്മൾ അങ്ങനെയാണ് കണ്ടത്. അത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പം ഏതാണ്ട് എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് ഇവിടുത്തെ അഴിമതിയുടെ ഒരു കഥ. 200 വാഹനം കാറ് ഓടിയതായിട്ട് ട്രിപ്പ് ഷീറ്റ് ഉണ്ടാക്കി, അതിൽ 10-20 വണ്ടി പോലും ഓടിയിട്ടില്ല. ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു 136 മണിക്കൂർ പറന്നു എന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കി. ആകെ പറന്ന് 40 വലിയ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തതിന്റെ. അതെ, അതുപോലെ അതിലെല്ലാം ഉപരിയാണ് ഈ കൊടി BJPയുടെ കേന്ദ്ര നേതൃത്വം കൊടി എത്തിച്ചു കൊടുത്തു.
ആ കൊടി അവിടെ വെച്ച് ഈ അതിന് കുറച്ച് ഒരു കൊടി വ്യാജ വാങ്ങി. ബില്ലുണ്ടാക്കി പുറത്തു നിന്ന് കൊടി വാങ്ങിയതായിട്ട് വ്യാജ ബില്ലുണ്ടാക്കി 3 ലക്ഷം രൂപ അങ്ങനെ കബളിപ്പിച്ചു. എല്ലായിടത്തും അതൊരു വഞ്ചനക്കടയുടെ GST നമ്പർ വെച്ചിട്ട് ഇതൊക്കെ പിടിക്കപ്പെടും എന്ന് അവർ ചിന്തിച്ച് കാണില്ല. അല്ല, BJPയുടെ നേതാവ് തന്നെയല്ലേ അത്? അതെ, എല്ലാവരും അതെ, അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ടാണ് വെച്ചത്. അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ പറയുമ്പോഴും രാജീവ് ചന്ദ്രശേഖറിനോ BJPക്കോ ഈ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല, കൃത്യമായി പറയുന്നില്ല. ഇന്നലെ തന്നെ വി മുരളീധരനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ അപഹസിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ അത് പാർട്ടി തലത്തിൽ പരിശോധിക്കുമെന്നോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ അന്വേഷിക്കട്ടെ. BJP കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടണം. കാരണം ഇപ്പം 3 നിയമസഭാ സീറ്റ് അവർക്ക് നേടിയിട്ടുണ്ട്. തലസ്ഥാനത്തെ കോർപ്പറേഷനെ പറഞ്ഞാൽ പിടിച്ചെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നേരെ ചൊവ്വേ നിന്ന് പിടിക്കണം. ഈ ഇമാതിരി പൈസ കാക്കുന്ന ആളെയൊക്കെ ഓടിച്ചു വിട്ട് നല്ല മിടുക്കന്മാരായ പലരെയും പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ സ്ഥിരം വാർത്ത കൊടുക്കാറുണ്ട്, ഈ പ്രമുഖനായ വ്യക്തി BJPയിൽ ചേർന്ന് ഷോൾ അണിക്കുന്ന ചിത്രം കാണാം, പിന്നെ അവരോടെ പോയെന്ന് ആരും അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആളെ മുന്നോട്ട് കൊണ്ടുവരണം. അല്ലെ, അതുപോലെ തന്നെ ഈ NDA എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് NDA ഇല്ല. നമ്മള് എവിടെയെങ്കിലും NDAയുടേതായിട്ട് പരിപാടി ഏതൊക്കെ വെച്ചാൽ ഈർക്കൽ പാർട്ടികൾ കേരളത്തിന്റെ നമ്മൾ BDJS കേട്ടിട്ടുള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇതിൽ അംഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ ആരാണ് ഏതാണെന്നും നമുക്ക് ഒരെത്തും പിടിയില്ല. ഇലക്ഷൻ ഫണ്ട് കിട്ടാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതെ, ഇലക്ഷൻ ഫണ്ട് ഘടകകക്ഷികൾക്കും കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയാണ് ഇവർ കൂടുന്നത്. BJPയിലോട്ട് വന്നാൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കോടി രൂപ മിച്ചം പിടിക്കാം, അല്ലെ ഒന്നും വേണ്ട 25 ലക്ഷം രൂപയെങ്കിലും മിച്ചം പിടിക്കാം എന്ന് കരുതിയാണ് ഓരോരുത്തരും ഈ ജയിക്കാൻ വേണ്ടിയല്ല, സീറ്റ് കിട്ടുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ധാരണയിലേക്ക് പോവുക. ഇത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ 3 സീറ്റ് എന്നുള്ളത് 30 സീറ്റ് ആക്കേണ്ട സംസ്ഥാന നേതൃത്വം ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരിച്ചടി ഉറപ്പാണ്. കാരണം ഈ LDFനെ UDFനെയും അടുത്ത ജനങ്ങൾ 3-4 ഓപ്ഷൻ നോക്കുമ്പോൾ അവരും ഇത് തന്നെയാണെന്ന് കണ്ടാൽ, അത് ഇതിനേക്കാളും മോശക്കാരാണെന്ന് കണ്ടാൽ അവർ വോട്ട് ചെയ്യില്ല. കാരണം ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ BJP ഈ മിന്നുന്ന ജയമൊക്കെ നേടി 3 സീറ്റ് ഇവിടെയും ഈ കോർപ്പറേഷനിലും ഒക്കെ നേടിയെങ്കിലും BJPക്ക് എന്തുകൊണ്ടോ ഒരു രാശി കേരളത്തിൽ ഉണ്ടാവുന്നില്ല. ഇതാണ് കാരണം. ഇതാണ് കാരണം. കാരണം ഒരുപാട് ഇപ്പം K രാമപിള്ള അല്ലെങ്കിൽ KG മാരാർ, O രാജഗോപാൽ തുടങ്ങി ഒരുപാട് വലിയ മഹാരഥന്മാരായ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇതിങ്ങനെ വന്നു. കേരളത്തിൽ നമുക്ക് തന്നെ അറിയാം, ഇവരെല്ലാം ബസ്സിൽ സഞ്ചരിച്ചിരിക്കുന്നവരായിരുന്നു. ഇന്നത്തെ പോലെ ഇന്നോവ ക്രിസ്റ്റയൊന്നുമില്ല. കഷ്ടപ്പെട്ട് നടന്ന് പ്രസ്ഥാനം കേരളത്തിൽ വളർത്തിയെടുത്താണ് ഇവർ. 1980 ശേഷം വളർന്നു വന്ന, നേരത്തെ ജനസംഘവും ജനതാ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുശേഷം BJP എന്നുള്ള പ്രസ്ഥാനം 80-ക്ക് ശേഷമാണ് വന്നത്. ആ അദ്വാനിയും പിന്നെ AB വാജ്പേയി ഒക്കെ പോലുള്ള ദേശീയ തലത്തിൽ വലിയ നേതാക്കന്മാരൊക്കെ ചേർന്ന് രൂപം നൽകി അവരുടെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ് അവർ ശരിക്കും 84 സീറ്റാണ് ഉണ്ടായിരുന്നത് BJP. അവിടെ നിന്നാണ് ഇത്രയും വലിയ ഇന്ത്യയിലെ പതിറ്റാണ്ടുകളായി ഇപ്പോൾ ഇന്ത്യ അടക്കി ഭരിക്കുന്ന രീതിയിലേക്കുള്ള ശക്തി ആർജിക്കാൻ അവർ കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇതുവരെക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവങ്ങൾ. ഇത് അന്വേഷിക്കാൻ തന്നെ വേണം. ഈ കൊന്നാ പാവം തിന്നാ തീരുവെന്നാണ് എന്ന് പറഞ്ഞാൽ ഈ മോഷ്ടിച്ചതിന്റെ പാവം അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത ഒരു ഭാഗം അമ്പലത്തിൽ കൊണ്ട് കൊടുത്ത തീരുവെന്നായിരിക്കും അല്ലേ? അതോ ഈ അമ്പലത്തിൽ കൊടുത്ത് ഭഗവാനെ കൂടെ കള്ളനാക്കി മാറ്റി. പക്ഷെ ഞാൻ മോഷ്ടിച്ചതിന്റെ ഒരു ഷെയറാണ്, ഭഗവാൻ തൽക്കാലം ഇത് പിടി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞായിരിക്കും ഈ പോയിരിക്കുന്നത്. അല്ല, ഇതെന്താണ്? ഇത് ശത്രുസംഹാരമാണ്. ശത്രുസംഹാരം എന്ന് പറഞ്ഞാൽ ഇതിനെ ആരാണോ ഈ വിവരം ചോർത്തി വെളിയിൽ കൊണ്ടുപോയത്, അല്ലെ ഇത് ആരാണോ കണ്ടുപിടിച്ച് അവന്റെ തല ഇടിത്തി വെട്ടിപ്പോട്ടെ എന്ന് കരുതിയായിരിക്കും നേതാവ് പോയിരിക്കുന്നത്. നേതാവ് ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ആളുകൂടിയാണ്. അദ്ദേഹത്തിന് ഒരു നിക് നെയിം കൂടിയുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിടികിട്ടും കൃത്യമായിട്ട്. എന്താണെങ്കിലും തലസ്ഥാനം നമ്മൾ ഇത് തെരഞ്ഞെടുപ്പിലെ ഈ അടിച്ചുമാറ്റലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ന് BJPക്ക് ആശ്വാസം കിട്ടിയ ഒരു ദിവസമാണെന്ന് പറയാം. കാരണം ഇവിടുന്ന് 400 കിലോമീറ്റർ അകലെ വിയ്യൂര് എന്ന് പറയുന്ന സെൻട്രൽ ജയിലിന്റെ, തൃശ്ശൂർ ജില്ലയിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പോയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പിന്നെ ഒരു അംഗം കൗൺസിലർ സത്യപ്രതിജ്ഞയ്ക്കാണ് R സുഗതൻ. പക്ഷേ ഞാൻ പോലും അറിയാതെ നമ്മളൊരു അധോലോകമായി ഷാജി ഏട്ടാന്ന് അറക്കൽ അബു ആട് സിനിമയെ പറയുന്ന പോലെ സുഗതൻ പോലും അറിയാതെ സുഗതൻ ഈ കേരള ചരിത്രത്തിൽ ഒരു വലിയ ചരിത്രം തങ്കലിപികളിൽ എഴുതി വെക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആള് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ. അതെ. ഇത് പിന്നെ ഈ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ രാജസ്ഥാനിൽ പഞ്ചാബിൽ നിന്നുള്ള ഒരു MP-യും കാശ്മീരിൽ നിന്നുള്ള ഈ 2 പേര് പിന്നെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ജയിലിൽ കിടക്കും അവർക്ക് പോകാൻ അനുവാദം കൊടുത്തിരുന്നത്. ഇത് പക്ഷേ ഇത് കോടതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആ ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞു. ജയിലിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ വിധിന്യായവും ഇന്ന് നടന്ന സത്യപ്രതിജ്ഞയും കേരളത്തിന്റെ എല്ലാ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് മാറുക. സുഗതൻ താരമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ. സുഗതൻ ശരിക്കും മുത്താണ്. എന്തിനാ ഈ BJPയുടെ മുത്താണെന്ന് വേണേൽ പറയാം. അത് കാരണം
സുഗതൻ പോയ ബി ജെ പിയുടെ ഭരണം താഴെ പോയി. അത്രേ ഉള്ളൂ. ബി ജെ പിയുടെ ഭരണം സുഗതൻ പോകുന്നതോടെ ബി ജെ പിയുടെ ഭരണം താഴെ പോവുകയാണ്. അതുകൊണ്ടാണ് സുഗതന് വേണ്ടി ഇവർ പോകുന്നത്. സുഗതൻ ഭയങ്കര ഗ്ലാമറിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് കണ്ടില്ലായിരുന്നു. നല്ല ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. സുഗതൻ നേരത്തെ വലിയ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. പക്ഷേ നമ്മളെ അമ്പരപ്പിച്ച ഒരു കാര്യം, സുഗതന് ഭയങ്കര ജനസപ്പോർട്ടാണ്. ഇപ്പോൾ അയാൾ കാപ്പ കേസ് പ്രതിയാണെന്ന് പറയും. ഈ കാപ്പ കേസ് പ്രതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഇങ്ങനെ കാണുമ്പോൾ ഒരു വലിയ ഗുണ്ട വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ് അല്ലേ വരുന്നത്. പക്ഷെ ഇയാളെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുകയില്ല. ശരിക്കും പറഞ്ഞാൽ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറാണ് സുഗതൻ. സുഗതനും അബദ്ധം പറ്റി. സുഗതൻ ബലിദാനികളുടെ പേരിലാണ് അന്ന് സത്യപ്രതിജ്ഞ. ബലിദാനികളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത്. അപ്പോൾ അന്ന് ഇത് അയോഗ്യത കൽപ്പിക്കപ്പെടും എന്ന് ഇവർക്ക് തോന്നിയിരുന്നില്ല. അത് ഏതോ ഒരാൾ മാസാവാൻ വേണ്ടി ചെയ്തത്, ബാക്കി എല്ലാവരും ഏറ്റുവിളിക്കുകയാണ് ചെയ്തത്. അത് അവർ അറിവില്ല കൊണ്ടാണ് ചെയ്തത്. റീൽസ് ഇടാൻ വേണ്ടി വിജയ് എന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ നോക്ക്. കൈയൊക്കെ പൊക്കി വെച്ച് കാണാ പഠിച്ച് വന്ന വഴിയിൽ 4 സൈഡിൽ കൂടെ ക്യാമറയൊക്കെ ചലിപ്പിച്ച് എന്തൊരു പരിപാടിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമെന്ന് നമ്മൾ സംശയിച്ചു. നമ്മുടെ ഗവർണർ ഇടപെട്ടു. നമ്മുടെ കേരള ഗവർണർ തന്നെ ആർലേക്കർ തന്നെയാണല്ലോ അവിടുത്തെ നിർത്താൻ പറഞ്ഞു. സത്യപ്രതിജ്ഞ അതിന്റെ ചിട്ടവട്ടം കൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന്. അല്ലെ, ഇതിനകത്ത് ഉച്ചഭാഷണി മ്യൂസിക് ഇടാൻ അനുവദിച്ചിരുന്ന ഈ അനിരുദ്ധിനെ കൊണ്ടുവന്ന് ഇയാൾ പ്രത്യേകം ഇതിനായിട്ട് കമ്പോസ് ചെയ്യിച്ചേനെ. ഭയങ്കര തട്ടുപൊളിപ്പ സാധനം അത് അങ്ങനെ വന്നേനെ. എന്തായാലും ഈ സുഗതന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സുഗതനെ അവര് ഇതിനു വേണ്ടി നോക്കി വെച്ച ഒരാളാണ്. എങ്ങനെ സുഗതനെ ഒഴിവാക്കാം? ഈ വാഴോട്ടുകോണം വാർഡിൽ സുഗതൻ ജയിക്കുമെന്ന് CPM അറിയാവുന്നത്. CPM-ന്റെ വാർഡാണ്. അതെ, CPM-ന്റെ വാർഡിൽ സുഗതൻ ജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് സുഗതനെതിരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവർ നീക്കം നടത്തിയത്. ഈ കാപ്പ ചുമത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിയത്. ഈ സുഗതൻ ജയിച്ചു കഴിഞ്ഞ് സുഗതനെ എങ്ങനെ അയോഗ്യനാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവർ നോട്ടമിട്ടത്. അത് രണ്ടുപേരും ഇടത് വലത് മുന്നണികൾ, ഇന്ത്യ മുന്നണിക്കാരാണ് ശരിക്കും പറഞ്ഞാൽ സുഗതനെതിരെ നീങ്ങിയത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരള തലസ്ഥാനത്ത് കേരളത്തിൽ BJPക്ക് സീറ്റുകളൊന്നുമില്ല അന്ന സമയത്ത്. BJPക്ക് കേരളത്തിൽ സീറ്റില്ല. പക്ഷെ തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ മേയർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ നാഥനാണ്. ആ നാഥൻ്റെ കീഴിലാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും ഒക്കെ വരുന്നത്. തലസ്ഥാനമാണ്. അപ്പം മേയർക്കൊരു യോഗ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് സമാനമായിട്ടുള്ള ഒരു ആരാധ്യനായ മേയർ എന്നാണ് മേയറുടെ വിശേഷം. ഓണറബിൾ അല്ല, വർഷപ്പൂളാണ്. VV രാജേഷ് മേയർ ആയതോടെ ഉറക്കം പോയത് ഇവിടുത്തെ CPM-കാരായിട്ടുള്ള ഇവിടുത്തെ സഖാക്കന്മാർക്കാണ്. കാരണം ഇത്രയും നാളും കട്ട് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കട്ട് തിന്നുകൊണ്ടിരുന്നതും ഗുണ്ടാപ്പിരിവ് നടത്തിക്കൊണ്ടിരുന്നതെല്ലാം കയ്യേറി വെച്ചിരുന്ന കെട്ടിടങ്ങളും എല്ലാം തിരിച്ചു പിടിച്ചു. VV രാജേഷ് ശക്തനായ മേയറാണെന്ന് തെളിയിച്ചു. ഒരുപക്ഷെ CPM-ന്റെ MP പത്മനാഭൻ എന്നൊരു മേയർ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം CPM-ന്റെ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം അഴിമതിക്കാരൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ സത്യസന്ധനായ നേരെ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹം ആയിരുന്നു. K. അനിരുദ്ധൻ്റെ അനന്തരവും കൂടിയാണ് അദ്ദേഹം. MP MLA സമ്പത്തിൻ്റെ പിതാവ്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തനായ ഒരു മേയറായിരുന്നു. തിരുവനന്തപുരം കണ്ട ഏറ്റവും നല്ല മേയർമാർ ഒരാൾ MP പത്മനാഭനാണെന്ന് എല്ലാവരും പറയും. അദ്ദേഹം പലതവണ മേയറായിരുന്ന ആളാണ്. ഏറ്റവും അധികം തവണ തിരുവനന്തപുരം മേയറായ ആൾ MP പത്മനാഭനാണെന്ന് തോന്നുന്നു. അതുപോലെ ഈ VV രാജേഷ് ഇപ്പം നല്ല ശക്തനായ ഒരു മേയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഈ മാർക്കറ്റുകളിലെ കടമുറികൾ മൊത്തം CPM നേതാക്കൾ സ്വന്തമായിട്ട് സ്ഥാപിച്ച് കത്തിയായിട്ട് വന്ന് ഇവർ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിരിവ് മേടിക്കുകയാണ്, തോന്നുന്ന കാശ് മേടിക്കുകയാണ്. അപ്പോൾ നഗരസഭയുടെ തന്നെ കോർപ്പറേഷന്റെ തന്നെ സ്ഥലങ്ങളിലൊക്കെ ഇവർ സ്വന്തമായിട്ട് ബിൽഡിംഗ് പണിത് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. കല്യാണ മണ്ഡപം എടുത്തോളം കൊടുത്തിരിക്കുകയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുക, കല്യാണ മണ്ഡപം. അതുപോലെ പാർക്കിംഗ് ഏരിയയിലൊക്കെ കൊണ്ടുവച്ചിട്ട് എത്ര രൂപയായിരുന്നു ഒരു പാർക്കിംഗ്? 300 രൂപയൊക്കെയാണ് ആറ്റുകാൽ പൊക്കാല സമയത്ത് ഒരു വാഹനത്തിന് പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം വന്നതോടെ പിടിച്ചു. പിന്നെ നഗരസഭയ്ക്ക് ഉള്ളിൽ പോലും ഈ പരിപാടി ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടായിരുന്നു. എല്ലായിടത്തും പൈസയാണ്. പൈസയാണ്. ഇത്രയും 18 സമ്പാദിച്ചു. അപ്പം അത്രയും പണിഞ്ഞു കഴിഞ്ഞപ്പോൾ CPM-കാർക്ക് മനസ്സിലായി ഇവനെ എങ്ങനെ വളരെ അനുവദിച്ചുകൂടാ. ഇവരെ വളരെ അനുവദിച്ചാൽ ഞങ്ങളുടെ വീടിന്റെ അടിത്തറ വരെ ഇവൻ തോണ്ടാൻ വന്നുകളയും, ഇവൻ നശിപ്പിച്ചു കളയും, ഇവൻ എല്ലാം പൊക്കി വെളിയിലിട്ട് കളയും. കാരണം വർഷങ്ങളായിട്ട് ഇവര് ഇവിടെ ഭരിക്കുന്നു. അവരതിനനുസരിച്ച് സ്വന്തമായിട്ട് അവരുടെ ഒരു സാമ്രാജ്യം ഇവിടെ ഇതിനകത്ത് അങ്ങ് സൃഷ്ടിച്ചു. അത് ഓരോന്നായിട്ട് VV രാജേഷ് പൊളിച്ചടുക്കി. പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ ഭരണം വലിച്ച് താഴെ ഇടാൻ വേണ്ടി അവർ ആദ്യം രാധാകൃഷ്ണനെ നോക്കി. രാധാകൃഷ്ണൻ വഴങ്ങിയില്ല. സ്വതന്ത്ര കൗൺസിലർ രാധാകൃഷ്ണന്റെ പിന്തുണയോടെയാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരിക്കുന്നത്. രാധാകൃഷ്ണൻ വളരെ ശക്തനായ ഒരാളാണ്. അതെ. അവരെ അങ്ങനെ മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല, അവർ കൂടെ നിൽക്കാൻ ചെയ്യും. അങ്ങനെയാണ് അന്നപ്പോഴാണ് ഈ LDF സർക്കാർ തുടങ്ങി വെച്ച സുഗതന്റെ കാപ്പ നടപടിക്രമങ്ങൾ വരുന്നത്. അതിനു വേണ്ടി മാത്രം അവർ അവിടെ ഒരു SHO നിയോഗിച്ചു.
അയാളെ വന്നിട്ടാണ് ഈ സുഗതനെ ഈ അവിടെ ക്ഷേത്രോത്സവത്തിനിടയിൽ ഉണ്ടായ അടിയുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത് അതുകൂടെ ചേർത്ത് കാപ്പ ശുപാർശ ചെയ്ത് കാപ്പ ചുമത്തി അയാളെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു. ആ ജയിലിൽ പോയ ആൾക്ക് പറ്റിപ്പോയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. 3 കൗൺസിൽ യോഗത്തിൽ സ്ഥിരമായിട്ട് അടുപ്പിച്ച് 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഈ കൗൺസിലറുടെ ഇത് നഷ്ടപ്പെടും, പദവി നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ അയോഗ്യനാക്കപ്പെടും. അതുമാത്രമല്ല, അതുപോലെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 4 ആഴ്ചക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമായിരുന്നു. ആദ്യം ചെയ്ത സത്യപ്രതിജ്ഞ തെറ്റിപ്പോയി, അത് ബലിദാനികളെ പേരിൽ ചെയ്തു. ഇത് ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയൊക്കെ ഈശ്വരനാമത്തിൽ തന്നെ ചെയ്തു. ഇന്ന് ഈശ്വരനാമത്തിൽ തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുവേണ്ടി അവിടെ ഒരു വലിയ ചടങ്ങ് തന്നെ ഒരുക്കി. മാധ്യമങ്ങളെ എല്ലാം, അതൊക്കെ വലിയ സംഭവമാണ്. ജയിലിനുള്ളിലേക്ക് മാധ്യമങ്ങളെ അനുവദിച്ചു, അല്ലേ? അനുവദിച്ചത് മാത്രമല്ല, എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ ഓഫ് ചെയ്യാനും പറഞ്ഞു. അതെ, ജയിലിനുള്ളിലേക്ക് മാധ്യമങ്ങളെ അനുവദിച്ചു. സുഗതം വരുന്നതും നിൽക്കുന്നതും സത്യപ്രതിജ്ഞ എന്ന ചടങ്ങുകൾ മുഴുവൻ പകർത്തി. അതിനുശേഷം ജയിലിന് വെളിയിൽ മാത്രമല്ല വിശാഖൻ, ഞാനിത് ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, വി രാജേഷ് ഈ മേയറുടെ വേഷമായിട്ട് അവിടെ നിൽക്കുകയാണല്ലോ, ഈ മറ്റേ ഗൗണൊക്കെ ഇട്ട്. ഒരു പക്ഷേ സ്വന്തം സ്വന്തം നഗരത്തിലല്ലാതെ വേറെ നഗരത്തിൽ പോയി ഈ വേഷോട്ട് ഉണ്ടെന്ന ഏക മേയർ രാജേഷ്. അതെ, അവിടെ അദ്ദേഹം കുറെ സമയത്തേക്ക് മേയറായി മാറി. ആ തൃശ്ശൂരിന്റെ മേയറായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ആ ഭാഗത്ത് മേയറായിട്ട് അദ്ദേഹം മാറി. തൃശ്ശൂരിൽ വേറെ വേഷമായിട്ട് തിരുവനന്തപുരം മേയർ നിന്നു എന്നുള്ളത് വളരെ ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിലെ വളരെ സുപ്രധാന സംഭവമായിരിക്കും. എന്തായാലും ഈ CPM ചെയ്യുന്നതെല്ലാം തിരിച്ചടിക്കുന്ന ഒരു പ്രവണത കുറെ നാളായിട്ട് കണ്ടുവരും. ഇതും അങ്ങനെ തന്നെ ബൂമറാങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ല, ഇനി കോടതി സമീപിക്കാമല്ലോ. ഇനി ഈ സുഗതനെ കോടതി സമീപിക്കാം. ഇന്നലെ തന്നെ കോടതി ഒരു കാര്യം ചൂണ്ടിക്കാട്ടുണ്ട്, ജനഹിതം നോക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ജനഹിതമാണ് ഇയാളെ ജയിപ്പിച്ചത്. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവായിരുന്നു. അദ്ദേഹം വളരെ ന്യായം നോക്കി വിധി പറയുന്ന ഒരു ജഡ്ജിയാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ആ പോയിന്റ് എന്ത് കൃത്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ ക്രിമിനൽ ആണെന്ന് നിങ്ങൾ പറയുന്നത് ഇയാൾ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു? അപ്പോൾ അയാളെ ആ ജനങ്ങൾക്ക് അവിടെ ആവശ്യമില്ലേ? അയാളൊരു ജനപ്രതിനിധിയല്ലേ? ജനാധിപത്യം വിജയിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് അയാളുടെ ഈ മെമ്പർ സ്ഥാനം പോകാൻ പാടില്ല. അതുകൊണ്ട് അയാൾക്ക് ജയിലിൽ സത്യപ്രതിജ്ഞ ഇത് കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് അടുത്ത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണമെന്ന് ഒഴിവാക്കണമെന്നൊക്കെ ആവശ്യമുണ്ട്. ഹൈക്കോടതി സമീപിക്കാന്നുള്ളതേ ഉള്ളൂ. അത് ശരിയാകുമെന്ന് തന്നെയാണ് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ADGP MR അജിത്കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ഇന്നലെ വരെ എല്ലാവരും വിചാരിച്ചിരുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞു ഇയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നു, അതിന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഒത്താശ ചെയ്യുന്നു, ഇയാൾ രക്ഷപ്പെട്ടു പോകും, ഇയാൾ വളരെ ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ഇയാൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇടപെടുന്നുണ്ട്. അതെല്ലാം നിലനിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഇടപെട്ടു. അങ്ങനെയാണ് ഈ ഒരാളെയും യൂത്ത് കോൺഗ്രസ്സുകാരെ തല അടിച്ച് കീറാൻ ശ്രമിച്ച ഒരാളെയും വെറുതെ രക്ഷപ്പെട്ടുവാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെ ഇയാളെ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന് പറഞ്ഞൊരു ശ്രുതി പറ്റുന്നു. പക്ഷേ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഇയാൾക്ക് വേണ്ടി നൽകിയ ഇയാൾക്കെതിരെ നൽകിയ റിപ്പോർട്ട് DGP മടക്കി അത് വീണ്ടും SITക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിന് ഒരു കാരണം ഇവർ പറയുന്നത്? നമുക്കത് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ കാരണം പറയുന്നത് നിയമോപദേശം വന്നപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. അതെങ്ങനെയാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്? നിയമോപദേശം എല്ലാവരും നിയമപണ്ഡിതന്മാരാണ്, നമ്മൾ നിയമപണ്ഡിതന്മാരൊന്നുമല്ല. പക്ഷെ നമ്മളൊക്കെ ചോറുണ്ടെന്ന സാധാരണ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ അതെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത്? ഏത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഫൂളിഷ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിലവിൽ SIT ഇല്ല. ഈ SIT റിപ്പോർട്ട് കൊടുത്തതോടെ അവരുടെ പരിപാടി കഴിഞ്ഞു. അവരുടെ വഴിക്ക് പോയി. കാരണം ഷൗക്കത്ത് അലി ആയിരുന്നു ഈ കമ്മീഷണർ, അദ്ദേഹം കോഴിക്കോട് കമ്മീഷണറായിട്ട് പോയി കഴിഞ്ഞു. പിന്നെ ഉള്ളത് ബൈജു പൗലോസ് എന്ന് പറയുന്ന DYSP ആണ്, മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളായിരുന്നു. പക്ഷേ അയാളിപ്പം SITയുടെ ഭാഗമാണോ ഇല്ലേ എന്നറിയില്ല. ഇനി അല്ലെങ്കിൽ വേറെ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവർ വീണ്ടും അന്വേഷിച്ച് വരണം. ഗിൽബർട്ട് മാത്യു എന്ന് പറയുന്ന ഒരു SP ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ അവിടെ വന്നിരിക്കുന്നത്, ഇടുക്കി സ്വദേശിയാണ്. ഇത് വീണ്ടും ആദ്യം തൊട്ട് ഒരു പുതിയ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ഇവർ വീണ്ടും അന്വേഷിച്ച് ഇതിനകത്ത് ഇനിയും വേറെ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ മാസം ഒന്ന് കഴിഞ്ഞു കിട്ടാനാണ്. കാരണം അപ്പോഴേക്കും അജിത്കുമാറിന് DGP ആയി ഗ്രേഡ് കിട്ടും. അതെ, അതുവരെ അതിനുവേണ്ടി ഇവര് നമ്മൾ മനുഷ്യരെ ശരിക്കും തലയ്ക്ക് അടി കൊണ്ട കോൺഗ്രസ്സുകാരന്മാരെല്ലാം വീട്ടിൽ പോയി ചികിത്സിച്ചോണ്ടാവും. അല്ല, അത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിലൊക്കെ ഇവർക്ക് മൃദു സമീപനമാണ് ഈ തലയ്ക്കടി കിട്ടിയവർക്ക്. അതെ, അവര് വന്നു നിന്ന് മൃദു സമീപനത്തിലാണ് പറഞ്ഞത്. അവർക്ക് സർക്കാരിനെ തിരിഞ്ഞു പറയാൻ സാധിക്കില്ല. കാരണം
അവർക്കൊക്കെ ഓരോ പദവി കൊടുത്തു. എ ഡി തോമസിനെ MLA, മറ്റേ സിൻഡിക്കേറ്റ് അംഗമാക്കി. അപ്പൊ പിന്നെ ഇനി അവർക്ക് എന്ത് പറയാനാണ്? നിങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയല്ല, തലക്കടി കിട്ടിയെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ അടിയെ കിട്ടിയിട്ടുള്ളവരെ ഇത് വെച്ചോണ്ടിരുന്നു, ഞങ്ങൾക്ക് അജിത്താണ് വലുത്, നിങ്ങളല്ല വലുത്. അതെ, കാരണം അജിത്തിന്റെ കയ്യിൽ കുറച്ച് രഹസ്യ ഫയലുകൾ, എപ്സ്റ്റീൻ ഫയലുകൾ പോലെയുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ടെന്നാണ്. ഇത് LDF സർക്കാരിന്റെ കാലത്തും ഇയാൾ നിലനിന്നത് ഇതിന്റെ പേരിലാണെന്നാണ് അന്നും പറഞ്ഞു കേട്ടത്. കാരണം ഇയാളെ പിണറായി വിജയൻ അടുപ്പിക്കാത്ത ഒരാളായിരുന്നു. ഇയാൾ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇയാൾ സ്വപ്ന സുരേഷുമായിട്ട് ഇടയ്ക്ക് കൂടി ഒരു ഡീലിന് ശ്രമിച്ചു. അന്ന് ഇയാൾ ഇന്റലിജൻസ് ആണോ അതോ വിജിലൻസ് ADGP ആണ്, വിജിലൻസ് ഡയറക്ടറോ മറ്റോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾ അതിന് നിയോഗിച്ചത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളെയാണ്. ഈ ആശാന്മാരെ എല്ലാം റെക്കോർഡ് എടുത്തിട്ട് സ്വപ്ന സുരേഷ് പുറത്തു വിട്ടു. അപ്പോൾ ഇതിന് പിന്നിൽ ADGP ആണ് എന്നുള്ള കാര്യം ഈ മാധ്യമപ്രവർത്തകനാണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ പേരിൽ ഈ ADGPക്കെതിരെ നടപടി ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ടോ? അതെ, സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിനെ പിണറായി വിജയന് വേണ്ടി ചാക്കിടാൻ ചെന്ന ആളാണ് ഞാനെന്നാണ് അന്ന് ADGP പറഞ്ഞതായിട്ടാണ് അന്ന് ഇയാൾ പറഞ്ഞത്, അല്ലേ? പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണോ, പിണറായി വിജയൻ അറിഞ്ഞതാണോ, അതോ ഇനി P ശശി പറഞ്ഞു വിട്ടതാണോ, ഒന്നും അറിയില്ല. പക്ഷേ ഇയാളെതിരെ ഒരു നടപടി ഉണ്ടായില്ലെന്നും മാത്രമല്ല, ഇയാളെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കി മാറ്റി നിയമിക്കുക. അല്ല, മാത്രമല്ല എനിക്കൊന്നും ഇയാൾ ഇരുന്ന തന്ത്രപ്രധാനമായ പദവികളിലെല്ലാം ഇരുന്നു കൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സ്വകാര്യ ജീവിതം മുഴുവൻ ഇയാളെ കയ്യിൽ കാണും. അവരുടെ ഫോൺ കോളുകൾ, അവരുടെ സ്വകാര്യ ജീവിതം ഒക്കെ ഇഷ്ടംപോലെ കാണും. ഏതായാലും നമ്മുടെ പല നേതാക്കന്മാരുടെ രാത്രി 10 മണിക്ക് ശേഷമുള്ള ഫോൺ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ധാരാളം മതി, വീഡിയോ ഒന്നും വേണ്ട. അത് മറ്റുദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാലോ, ഞരമ്പന്മാരായിട്ടുള്ള SP-മാര് ഉറങ്ങി എന്ത് കഴിച്ചു, എന്താ ഇട്ടേക്കുന്നതെന്നൊക്കെ ചോദിച്ചു SI-മാർക്ക് ഇത് അയച്ചിട്ട് അവസാനം ഈ SI-മാരുടെ സ്വഭാവം മോശമാണെന്ന് വരുത്തി തീർക്കാൻ നടക്കുന്ന SP-മാരുള്ള കൂട്ടത്തിലുള്ള നേതാക്കന്മാർ മോശക്കാരല്ലേ. 10 കഴിയുമ്പോൾ പലരുടെ അവസ്ഥ മാറുമെന്ന് സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇതിനകത്ത് ഒരു വ്യത്യാസം, ഏറ്റവും കൂടുതൽ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. അത് PV അൻവർ സഹിതം പറഞ്ഞിട്ടുണ്ട്, ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഇയാൾ പറഞ്ഞ അവസാനം പുലിവാല് പിടിച്ചതാണ്, ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വ്യാപകമായി ഇത് നടന്നിരുന്നു എന്നുള്ളത് വളരെ ഉറപ്പാണ്, വളരെ കൃത്യമായ കാര്യമാണ്. മിക്ക ആൾക്കാരുടെയും ഫോൺ ഇവർ ചോർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വാട്സപ്പിലേക്കും ടെലഗ്രാമിലേക്കും ഒക്കെ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി അത് ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ആണെങ്കിൽ അവിടെ അവർക്ക് ടാപ്പ് ചെയ്യാം, കോൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്ന്. പക്ഷേ ഇവിടെ പല എന്തിനാ പറയുന്നത്, CPM-നുള്ളിലുള്ളവരെ വരെ ചോർത്തിയിട്ടുണ്ട്. അതാണ് രസം. ഈ പിണറായി വിജയന് സംശയമുള്ള P ശശിക്ക് സംശയമുള്ളവരെ വരെ ചോർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം. ഈ കണക്കിന് മിക്കവാറും ശശിയുടെ ഫോണും ചോർത്തിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഇവരൊക്കെ രാത്രികാല വിനോദങ്ങൾ ഇവരൊക്കെ കയ്യിൽ റെക്കോർഡ് കാണും, എല്ലാവരെയും കാണും. ഇടതുപക്ഷക്കാരെ മാത്രമല്ല, എല്ലാവരുടെയും കാണും. എന്താണെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഉറപ്പാണ്, അജിത്തിനെ തൊടാൻ പറ്റില്ല. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. നമ്മൾ ആ രീതിയിലാണ് ആദ്യം തൊട്ട് തന്നെ നിന്നത്. പക്ഷേ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ വീണ്ടും നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിച്ചത് ഇനി നടന്നു പോവാതിരിക്കാം. പക്ഷേ ഇന്ന് നമുക്കത് വ്യക്തമായിരിക്കുന്നു. വളരെ സംഘടിതമാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചോദിക്കുകയാണ്, വിശദീകരണം ചോദിച്ചു. അജിത്തിനോട് വിശദീകരണം, എന്ത് കാര്യം ഇത് നമ്മുടെ ഈ മനസമ്മതം ചോദിക്കുന്ന പോലെ. അല്ല, ഇവിടെ 100 കണക്കിന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. P ശശിക്കും ADGP ആയിരുന്ന അജിത് കുമാറിനും താല്പര്യമില്ലാത്ത DYSP-മാരെ, CI-മാരെ, SI-മാരെ എല്ലാം ഓടിച്ചിട്ട് സസ്പെൻഡ് ചെയ്തു. ഒരിടത്ത് നിൽക്കുന്ന ആൾക്കാരെ തിരിച്ച് വേറെ വഴി കൂടെ സസ്പെൻഡ് ചെയ്തു. ഇയാൾ വളരെ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇയാളാണ് എല്ലാ തരം വേട്ടകൾക്കും നേതൃത്വം കൊടുത്തത്. ഇയാൾ അൻവറിന്റെ കൂടെയായിരുന്നു ആദ്യം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ചെന്നൈയിലേക്ക് വേണ്ടി അദ്ദേഹം വേട്ടയാടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അല്ല, ഇയാൾ അൻവറിന്റെ കൂടെയായിട്ട് അവസാനം ഇയാളും അൻവറും കൂടെ പിണങ്ങാനുള്ള കാരണം എന്താണ്? ഷാജൻ സ്കറിയയെ പൂട്ടാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ഇവർ പിണങ്ങിയത്, അല്ലെ? അത് എന്തുകൊണ്ടാണ് ഷാജൻ സ്കറിയയെ പൂട്ടാൻ സാധിക്കാത്തത്? ഇവിടുത്തെ കോടതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാവുന്നതിന്റെ അപ്പുറം ഇവർ ചെയ്യാൻ നോക്കി, അതിന്റെ അപ്പുറത്തെ കള്ളക്കേസുകൾ ഉണ്ടാക്കി, ഒരിക്കലും നിലനിൽക്കില്ലാത്ത കേസുകൾ ഉണ്ടാക്കി. ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പോലും അത് അദ്ദേഹത്തെ അല്ല, അൻവറാണ് നേരത്തെ ഈ പറയുന്ന അജിത്ത് ആണ്
മലപ്പുറത്ത് SP ഓഫീസിന് മുന്നിൽ നിന്ന് ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്ന് മരം വെട്ടി കടത്തിയെന്നൊക്കെ പറഞ്ഞ് അയാൾ വന്നതല്ലേ? അതെ, സുജിത്ദാസ്. അന്ന് ഈ അൻവർ അജിത്ത് പറഞ്ഞ എന്താ? ഈ അജിത്തും പറഞ്ഞ വിഷയം അൻവറിന് മുൻവൈരാഗ്യം ഉണ്ട്. ഈ അൻവർ ഇയാളെ ഉപയോഗിച്ചാണ് മറുനാടൻ വേട്ട നടത്തിയത്. അവസാനം ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പരിപാടി നടക്കുകയല്ല, പണി പാളും എന്നുള്ളത് ഈ അജിത്തിന് മനസ്സിലായി. അങ്ങനെ അജിത്ത് ഇതിൽ നിന്ന് പിന്മാറി, പിണറായി വിജയൻ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് അൻവർ ആ പാർട്ടി പോലും വിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഇപ്പോൾ ഒരു ഗതിയും പരഗതിയില്ല, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. എന്താണെങ്കിലും ശരി, ഇതുപോലൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന നാണം കെട്ട കളിയാണ് സർക്കാർ നടത്തുന്നത്. പിണറായി സർക്കാരിന്റെ തുടർച്ചയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്. യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് തുടർച്ച തന്നെയാണ്. ഇതിനകത്ത് VD സതീശൻ ഒന്നും മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? പിന്നെ എല്ലാ ആൾക്കാരും, കാണുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്നു, നിങ്ങൾ ആ കോൺഗ്രസ് യുവാക്കളുടെ, യൂത്ത് കോൺഗ്രസിലെ യുവാക്കളുടെ രക്തത്തിൽ ചവിട്ടുന്നതാണ് നിങ്ങൾ ഈ അധികാരത്തിൽ കയറി വിരാജിക്കുന്നത്. നിങ്ങൾക്കൊരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ ഇവിടെ നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും കോൺഗ്രസും ഈ UDF സർക്കാരും, UDF സർക്കാരെന്ന് പറയണ്ട, രമേശ് ചെന്നിത്തല അടങ്ങുന്ന ഇവിടുത്തെ മന്ത്രിമാർ എല്ലാവരും ചേർന്ന് ഈ അജിത് കുമാർ എന്ന് പറയുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനകീയ രോഷമുണ്ട്, അത് പക്ഷേ അവർ മൈൻഡ് ചെയ്യുന്നു. മാത്രം ഇനി കോൺഗ്രസിനോട് തലക്കടിയാക്കാൻ പോകുന്ന യുവാക്കളുടെ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഒന്ന് സംഭവിച്ചാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമേ അത് നടത്തുള്ളൂ. അതൊക്കെ ഓർത്തിട്ട് വേണം ഇനി ഇതിൽ പ്രതിഷേധിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം ഇതുപോലുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ലൂസ് ടോക്ക് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.